ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു പെറ്റിയാണ്. എനിക്ക് ഒരു കഴിഞ്ഞ മാസം 25 ഒക്ടോബർ 2024 അടിച്ച ഒരു പെറ്റിയാണ്. ഈ ലൈന് ക്രോസ് ചെയ്തത് ഞാൻ അപ്പുറത്താണ് വണ്ടി നിർത്തിയത്, ട്രാഫിക് റെഡ് സിഗ്നൽ കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് പോയില്ല, ഈ ലൈന് കഴിഞ്ഞ്. ഈ ലൈന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കണ്ണിൽ അത് പിടിക്കുന്നില്ല. പലർക്കും ചിലപ്പോൾ അത് കാണാൻ സാധിക്കും. കാരണം ഒരു അമ്മയെ തന്നെയും നാട്ടിൽ 2 പക്ഷമുണ്ട് എന്ന് പറയും പോലെ ഇത് ന്യായീകരിക്കാനും ഇതിനെ എതിർക്കാനും രണ്ട് കൂട്ടർ കാണും. പെറ്റി അടിച്ച് അവരുടെ 3000 രൂപയൊക്കെ ഒരു ദിവസം ഒരാൾക്ക് പെറ്റി അടിക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇതൊരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ. ബാക്കിയുള്ള ഈ പൈസ, അവൻ്റെ പൈസ പോയാൽ എനിക്കെന്ത് എന്നുള്ള ചിന്തയുള്ളവന്മാർക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ട്രാഫിക് സിഗ്നൽ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് മുകളിലുള്ള ക്യാമറ ആയതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നേരെ വരുന്ന വണ്ടിക്ക് ഇത് കാണാൻ പറ്റാത്ത രീതിയിൽ ചെടികൾ വളർന്നിരിക്കുകയാണ്. അതിൻ്റെ നേരെയുള്ള ബ്ലർ ചെയ്ത് വെച്ചിരിക്കണം. അവിടെ ചെടികൾ നിങ്ങൾക്ക് കറക്റ്റ് സിഗ്നലിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. 25/10/2024 കിട്ടിയ പെറ്റിയാണ്. അത് 100-500 രൂപയുടെ പെറ്റിയല്ല, 3000 രൂപ. ഈ റെഡ് സിഗ്നൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല. റെഡ് സിഗ്നലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഡബിൾ ലൈൻ ക്രോസ് ചെയ്തപ്പുറത്ത് ഡബിൾ ലൈൻ ഈ മഴ സമയം അതുകൊണ്ട് നിങ്ങൾക്ക് റോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആ റോഡിൽ ഒറ്റ മനുഷ്യരില്ല. ഈ 3 വണ്ടിയല്ലാതെ അവിടെ ഒരു മനുഷ്യരില്ല. ക്രോസ് ചെയ്യാനാണെങ്കിലും ഒരു മനുഷ്യരില്ല. രാവിലെ 7:30 സമയം, മഴയും കൂടെയാണ്. റോഡ് കണ്ടാൽ അറിയാം, നനഞ്ഞ് കൂന്ന് കിടക്കുന്ന റോഡാണ്. ആ സമയത്ത് നമുക്കത് കാണാൻ പോലും സാധിക്കാത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഇത് എനിക്ക് മാത്രമല്ല പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ കരമന ഓട്ടോ സ്റ്റാൻഡിലുള്ള പല തൊഴിലാളികൾക്കും ഈ പെറ്റി കിട്ടിയിട്ടുണ്ട്. അവർ ഇതിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട്. അവർ നോട്ടീസ് ബോർഡിൽ ഈ വണ്ടി നമ്പരും വണ്ടി ലിസ്റ്റും അവരെല്ലാം ഇട്ടിട്ടുണ്ട്. അവർ CIക്ക് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഫൈൻ വരുന്നത്, അവർ റിക്വസ്റ്റ് കൊടുത്തു നോക്കാമെന്നാണ് CI പറഞ്ഞത്. കാരണം ഇവരുടെ ഭാഗത്തുള്ള തെറ്റാണ്. കാരണം ഇത് നമ്മൾ മാത്രം പറയുന്നതിനിടെ ഈ മനോരമ ന്യൂസിൽ മെനങ്ങാന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പട്ടം സിഗ്നലിൻ്റെയും കരമന സിഗ്നലിൻ്റെയും അനാസ്ഥയെക്കുറിച്ചും പാവപ്പെട്ട ആൾക്കാർ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുകയാണ്. 3000 രൂപ പെറ്റി ഒരാളിൻ്റെ തിരികെ അരമണിക്കൂർ കൊണ്ട് ഒരു 10-50 പെറ്റി കിട്ടും. ഇവർക്ക് 50 പെറ്റി അരമണിക്കൂറിലാകുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ ഇവർക്ക് പോക്കറ്റിലായി. 3000 രൂപ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി അധിഷ്ഠിത തൊഴിലാളിക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സർക്കാരല്ല, ഇപ്പം മുതലാളിമാർക്ക് വേണ്ടിയുള്ള സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓട്ടോ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് 3000 രൂപ ഫൈൻ. ഇതൊക്കെ ഒന്ന് AI ക്യാമറയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അംഗീകരിക്കുന്നത് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരാണ്. അവരിത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുമല്ലോ ഇത് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പുറത്തെത്തിയത്. എന്നാൽ അവർ ക്രോസ് ചെയ്ത് പോയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വണ്ടികളൊന്നും ഇല്ലാത്ത സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി കൊണ്ട് ക്രോസ് ചെയ്ത് നമുക്ക് നേരെ റോഡ് വിട്ട് പോവാം. പക്ഷെ നമ്മളങ്ങനെ ചെയ്തില്ല. ട്രാഫിക് നിയമം പാലിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തത്. വണ്ടി നമ്മൾ പെട്ടെന്ന് അവിടെ അത് മാത്രമല്ല, അവിടെ ടൈമർ ഉള്ളത് ഒരു കടയിലോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ ആ മനോരമയിലെ ആ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കടയിലോട്ട് തിരിച്ചു നമുക്ക് റോഡിലുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ടൈമർ വെച്ചിരിക്കുന്നത്. നമ്മളെങ്ങനെയും അത് കടക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവരിതൊക്കെ ചെയ്തിരിക്കുന്നത്, ഈ സംവിധാനങ്ങൾ. കാരണം നമ്മളിങ്ങനെ കടന്നാൽ മാത്രമേ അവർക്കൊരു പെറ്റി കിട്ടുള്ളൂ. ആ പെറ്റി നമ്മളെ കൊണ്ട് അടപ്പിച്ചാൽ മാത്രമേ സർക്കാരിന് ഖജനാവിൽ പൈസ നിറയ്ക്കാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും തോന്നുന്നില്ല. കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് ഈ 3000 രൂപ വണ്ടി ഓടി ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം വണ്ടി ഓടണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ചിലപ്പം ഭയങ്കര പൈസയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ പൈസ ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്ന് പറയുമ്പോൾ നമുക്ക് ദേഹം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇതുപോലെ കൂലിപ്പണി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർക്കും 3000 രൂപ പെറ്റി ഒരു കാരണവശാലും ഇത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ആര് കണ്ടാലും ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. കാരണം ഒരു ലൈന് പോലും ഒരു കറക്റ്റ് വരച്ചില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ സീബ്ര ലൈനാണ്. സീബ്ര ലൈന് അവിടെ ഒന്നുമില്ല, പെയിൻറ്റും ഇല്ല, ഒന്നുമില്ല. അവിടെ നമ്മൾ നിർത്തണമെന്ന് അവർ പറയുന്നത്. അവർക്ക് എന്തുവാണോ കാണിച്ചു കൂട്ടാം. പക്ഷേ നമ്മളത് ഊഹിച്ചെങ്കിലും ലൈനൊക്കെ ഊഹിച്ച് നമ്മൾ നിർത്തണം എന്നാണ് അവർ പറയുന്നത്. ഈ രാവിലെ ഈ 7:30 അവിടെ 7:30 കഴിഞ്ഞ് 7:35 അടുപ്പിച്ചാണ് ഇത് വരുന്ന ഈ ട്രാഫിക് സിഗ്നൽ വരെ ഓണാക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഓറഞ്ചായിരുന്നു. നമ്മൾ വണ്ടി എടുത്ത് ആ ലൈന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് റെഡ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി അവിടെ നിർത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ഇത് അങ്ങനെ സംഭവിച്ചതാണ്. കാരണം 7:35 ഈ സംഭവം ഉണ്ടായത്. അപ്പം നിങ്ങൾക്കാർക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്നെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല.